ഹരിതാപ നിറഞ്ഞ പച്ചപ്പും വയൽ വരമ്പുകളിലൂടെ ഒഴുകിയെത്തുന്ന കുളിർക്കാറ്റും നിറഞ്ഞ സൂര്യഗിരി എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്താണ് ബൃന്ദാവനം എന്ന വീട്. ആ ഗ്രാമത്തിലെ ഏവർക്കും ബൃന്ദാവനം സ്നേഹത്തിന്റെ തണലായിരുന്നു. നാട്ടിന് പുറത്തെ മാന്യനായ വിശ്വനാഥന്റെയും കുടുംബത്തിന്റെയും താങ്ങായ സരസ്വതി അമ്മയുടെയും തണലിൽ ആ കുടുംബം ഏവർക്കും മാതൃകയായി ജീവിച്ചു. അവർക്ക് രണ്ട് ആൺമക്കളായിരുന്നു, ജയേഷും രാഹുലും. മൂത്ത മകൻ ജയേഷ് നാട്ടിലെ നാളികേര സുഗന്ധവ്യഞ്ജന ബിസിനസ് നോക്കി നടത്തിപ്പോന്നു. അധ്വാനിയും സൗമ്യ സ്വഭാവിയുമായിരുന്ന ജയേഷിന് നാട്ടുകാരുടെ ഇടയിൽ വലിയ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഇളയ മകൻ രാഹുൽ ദുബായിലെ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. കടൽ കടന്നുള്ള ദൂരത്താണെങ്കിലും ദിവസവും വീട്ടിലേക്ക് വിളിക്കാതെ രാഹുലിന് ഉറക്കം വരുമായിരുന്നില്ല. ഏട്ടൻ ജയേഷ് അവൻ വെറുമൊരു സഹോദരൻ മാത്രമല്ലായിരുന്നു, വഴികാട്ടിയും കൂട്ടുകാരനുമായിരുന്നു. ഏട്ടാ, അച്ഛനും അമ്മയും കഴിച്ചോ? അവിടെ സുഖമല്ലേ എന്ന് എന്നും രാഹുൽ ചോദിക്കുമ്പോൾ ജയേഷ് ചിരിയോടെ പറയും, എടോ, ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അവിടെ സ്വന്തം കാര്യം ശ്രദ്ധിക്കേ. അത്രമേൽ പരസ്പര സ്നേഹത്തിൽ കെട്ടുപിടഞ്ഞതായിരുന്നു ആ കുടുംബം. കാലം കടന്നുപോയപ്പോൾ ജയേഷിന്റെ വിവാഹ നിശ്ചയമായി. അടുത്തു തന്നെയുള്ള ഗ്രാമത്തിലെ ദിവ്യയായിരുന്നു വധു. പണത്തിന്റെയോ പ്രൗഢിയുടെയോ തിളക്കമില്ലാത്ത, എന്നാൽ കണ്ണുകളിൽ ലാളിത്യവും മനസ്സിൽ മാന്യതയും കാത്തു സൂക്ഷിക്കുന്ന പെൺകുട്ടി. മനോഹരമായ ഒരു നാടൻ കല്യാണത്തോടെ ദിവ്യ ബൃന്ദാവനത്തിന്റെ പടിപ്പുര കടന്നെത്തി. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും എളിമയോടെ ഇടപെടുന്ന ദിവ്യ വളരെ വേഗം തന്നെ സരസ്വതി അമ്മയുടെ മകളെ പോലെയായി മാറി. എനിക്ക് പെൺമക്കളില്ലാത്ത കുറവ് ദിവ്യമോളിലൂടെ തീർന്നു വച്ച എന്ന് സരസ്വതി അമ്മ വിശ്വനാഥനോട് പറയുമ്പോൾ ദിവ്യയുടെ മുഖത്ത് നാണത്തോടെയുള്ള പുഞ്ചിരി വിരിയുമായിരുന്നു. ദുബായിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ രാഹുലും നാത്തൂനായ ദിവ്യയിൽ കണ്ടത് സ്വന്തം ഏട്ടന് ചേർന്ന ഉത്തമ പങ്കാളിയായിരുന്നു. ബൃന്ദാവനം മുഴുവൻ സന്തോഷത്തിന്റെ പ്രകാശത്താൽ നിറഞ്ഞു നിന്നു. വിധിയുടെ വികൃതികൾ ആർക്കും പ്രവചിക്കാനാവില്ലല്ലോ. ഒരു സന്ധ്യയിൽ കടയിൽ നിന്ന് തിരിച്ചെത്തിയ ജയേഷ് പെട്ടെന്ന് നെഞ്ചുവേദനയോടെ നിലത്ത് വീണു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. കടുത്ത ഹൃദയാഘാതം ആ ചെറുപ്പക്കാരന്റെ ജീവൻ കവർന്നെടുത്തു. ബൃന്ദാവനം ഒരൊറ്റ നിമിഷം കൊണ്ട് ശ്മശാനമുഖമായി. സരസ്വതി അമ്മയുടെയും വിശ്വനാഥന്റെയും കൈകളിൽ നിന്ന് ജീവിതത്തിന്റെ വെളിച്ചം നിലച്ചുപോയി. സ്വന്തം താരി ഊരിവെച്ച് നിശബ്ദയായി കരയുന്ന ദിവ്യയുടെ വേദന വാക്കുകൾക്ക് അതീവമായിരുന്നു. ദുബായിൽ നിന്ന് ഓടിയെത്തിയ രാഹുലിന് സ്വന്തം ഏട്ടന്റെ അനാഥമായ ഭൗതിക ശരീരം കണ്ട് നെഞ്ചുപൊട്ടി. പക്ഷേ ദുരന്തങ്ങൾ അവിടെ അവസാനിച്ചില്ല. പൊതുവെ സങ്കടങ്ങൾക്കിടയിൽ വിഷപ്പുക തുപ്പുന്ന ചില അയൽവാസികൾ സരസ്വതി അമ്മയുടെ കാതുകളിൽ വിഷം ചിതറി. പെണ്ണ് കാൽ വെച്ച് കയറിയ ഉടനെ ആ ചെറുപ്പക്കാരന്റെ ആയുസ് തീർന്നില്ലേ, അവളുടെ കാൽ ഗുണം തന്നെ ശരിയില്ല, കഷ്ടം. പുത്രശോകത്താൽ ബുദ്ധിമുട്ടിയ സരസ്വതി അമ്മ നാട്ടുകാരുടെ ഈ ദുർവാക്കുകൾ കേട്ട് വഴിതെറ്റി. സങ്കടവും ദേഷ്യവും കൊണ്ട് അന്ധയായ അവർ സ്വന്തം മകന്റെ വേർപാടിന് കാരണം ദിവ്യയുടെ അശുഭലക്ഷണമാണെന്ന് വിശ്വസിച്ചു. ഒരു മഴയുള്ള രാത്രിയിൽ സരസ്വതി അമ്മ ദേഷ്യത്തോടെ ദിവ്യയുടെ കൈക്ക് പിടിച്ച് പടിക്ക് പുറത്താക്കി. എന്റെ മകന് ജീവനെടുത്ത നീ ഈ പടിവാതിലിൽ ഇനി ചവിട്ടരുത്, ഇറങ്ങിപ്പോടി എന്റെ വീട്ടിൽ നിന്ന്. ദിവ്യ ഒന്നും അറിയാതെ കൈകൂപ്പി കണ്ണീരോടെ യാചിച്ചു, അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഇറക്കി വിടല്ലേ. പക്ഷേ സരസ്വതി അമ്മ ആ വാതിൽ കൊട്ടിയടച്ചു. സംഭവം പറഞ്ഞ രാഹുൽ തകർന്നുപോയി. ഏട്ടന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിൽക്കുമ്പോൾ യാതൊരു തെറ്റും ചെയ്യാത്ത നാത്തൂനെ നേരിടേണ്ടി വന്ന ഈ അനീതി അവന് സഹിക്കാനായില്ല. അവൻ ദിവ്യയെ തൽക്കാലം അവരുടെ സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി നിർത്തി. തുടർന്ന് ഗ്രാമത്തിൽ അപവാദവും പ്രചരിപ്പിച്ചവരെയും കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി രാഹുൽ ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചു, എന്റെ ഏട്ടൻ പോയ സങ്കടം നിങ്ങൾക്കെന്ന പോലെ എനിക്കുമുണ്ട്. പക്ഷേ ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത അന്ധവിശ്വാസങ്ങളുടെ പേരിൽ സ്വന്തം മകളെ പോലെ കണ്ട ഒരാളെ ഇറക്കിവിടാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഏട്ടന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളും ആ രോഗാവസ്ഥ മുൻപേ ഉണ്ടായിരുന്നുവെന്ന ഡോക്ടറുടെ വാക്കുകുറിപ്പുകളും രാഹുൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചു. ഏട്ടൻ നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ദിവ്യേച്ചിയാണ്. ഏട്ടന്റെ ആത്മാവ് സമാധാനിക്കണമെങ്കിൽ ചേച്ചിക്ക് നീതി കിട്ടണം. അല്ലാതെ ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ വാക്ക് കേട്ടിട്ടല്ല നാം ജീവിക്കേണ്ടത്. രാഹുലിന്റെ ഓരോ വാക്കുകളും സരസ്വതി അമ്മയുടെയും നാട്ടുകാരുടെയും ഹൃദയത്തിലേക്ക് ആഞ്ഞു തറച്ചു. തെറ്റായ അപവാദങ്ങൾ പരത്തിയവർ നാണിച്ച് തലതാഴ്ത്തി. സത്യം തിരിച്ചറിഞ്ഞ സരസ്വതി അമ്മയുടെ ഹൃദയം തകർന്നുപോയി. അന്ധവിശ്വാസത്തിന് മറ്റുള്ളവരുടെ വാക്കിനും അടിമപ്പെട്ട് സ്വന്തം മകന്റെ വേർപാടിൽ തനിക്കൊപ്പം ദുഃഖിച്ച പാപം പെൺകുട്ടിയോട് താൻ ചെയ്ത ക്രൂരതയോർത്ത് അവർ അലറിക്കരഞ്ഞു. അന്നു തന്നെ സരസ്വതി അമ്മയും വിശ്വനാഥും രാഹുലും ചേർന്ന് ദിവ്യയുടെ വീട്ടിലേക്ക് പോയി. ദിവ്യയുടെ മുന്നിൽ കൈകൂപ്പി സരസ്വതി അമ്മ പൊട്ടിക്കരഞ്ഞു, മോളെ, അമ്മയോട് പൊറുക്കടി. കാതുകളിൽ വിഷം വീണപ്പോൾ അമ്മയ്ക്ക് ബുദ്ധി പോയി. എൻ്റെ മകന്റെ വിയോഗത്തിൽ എന്നേക്കാൾ തകർന്നത് നീയല്ലേ മോളെ, അമ്മയ്ക്ക് മാപ്പ് തരുമോ നീ? സരസ്വതി അമ്മയുടെ കണ്ണീര് കണ്ട് ദിവ്യ ഓടി വന്നവരെ കെട്ടിപ്പിടിച്ചു. അമ്മേ, എനിക്ക് അമ്മയോടൊരു പിണക്കവുമില്ല, അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് സരസ്വതി അമ്മ പ്രഖ്യാപിച്ചു. ബൃന്ദാവനത്തിലെ ദിവ്യയെക്കുറിച്ച് ആരെങ്കിലും ഒരു അക്ഷരം മോശമായി സംസാരിച്ചാൽ ഈ സരസ്വതി വെറുതെ ഇരിക്കില്ല. ഇവൾ എന്റെ മകളാണ്. സത്യം തെളിഞ്ഞതോടെ ബൃന്ദാവനത്തിന്റെ അന്തരീക്ഷം ശാന്തമായി. എങ്കിലും ജയേഷിന്റെ വേർപാടുണ്ടാക്കിയ നിശബ്ദത ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പശ്ചാത്താപത്തിന്റെ ഭാരത്താൽ വെന്തുരുകിയ സരസ്വതി അമ്മ പിന്നീട് ദിവ്യയെ ഒരു നിമിഷം പോലും തന്നിൽ നിന്ന് അകറ്റി നിർത്തിയില്ല. സ്വന്തം ഉദരത്തിൽ പിറന്ന മകളെ പോലെ അവർ അവളെ സ്നേഹത്താൽ മൂടി. ജയേഷിന്റെ ഓർമ്മകൾ നിറയുന്ന ആ മുറിയിൽ ദിവ്യ തനിച്ചിരിക്കുമ്പോൾ അമ്മയും അച്ഛനും രാഹുലും അവൾക്ക് കാവലായി നിന്നു.
എന്നാൽ രാഹുലിൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത പുകയുന്നുണ്ടായിരുന്നു. അവൻ അവധി കഴിഞ്ഞ് തിരികെ ദുബായിലേക്ക് മടങ്ങാനുള്ള സമയമെടുത്തു. പക്ഷേ നാട്ടിലെ ഈ അന്തരീക്ഷത്തിൽ പഴയ ഓർമ്മകളുടെ തടവുകാരിയായി ദിവ്യയെ തനിച്ചാക്കി പോകാൻ അവൻ്റെ മനസ്സനുവദിച്ചില്ല. നാട്ടിൻ പുറത്തെ പലരുടെയും കണ്ണ് ഇപ്പോഴും ആ പാവം പെൺകുട്ടിയുടെ മേലിലുണ്ട്. അവൾക്ക് പുതിയൊരു ജീവിതവും ആത്മാഭിമാനവും സ്വന്തമായി ചിറകു പുലർത്താനുള്ള അവസരവും നൽകേണ്ടത് താനാണെന്ന് രാഹുൽ ഉറപ്പിച്ചു. അത് തൻ്റെ കടമയാണെന്നും രാഹുൽ തീരുമാനിച്ചു. ഒരു സന്ധ്യയിൽ പൂമുഖത്ത് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ രാഹുൽ തൻ്റെ തീരുമാനം അവതരിപ്പിച്ചു. അമ്മേ, അച്ഛാ, ഞാൻ അടുത്ത ആഴ്ച ദുബായിലേക്ക് തിരികെ പോവുകയാണ്. പക്ഷേ ഇത്തവണ ഞാൻ തനിച്ചല്ല പോകുന്നത്. ദിവ്യേച്ചിയെ ഞാൻ കൂടെ കൊണ്ടുപോവുകയാണ്. രാഹുലിൻ്റെ വാക്കുകേട്ട് സരസ്വതി അമ്മയും വിശ്വനാഥനും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ഉമ്മറത്തു നിന്ന് ദിവ്യയുടെ കണ്ണുകൾ പിടർന്നു. ദുബായിലോ? മോളെയോ? സരസ്വതി അമ്മ ചോദിച്ചു. അതെ അമ്മേ. രാഹുൽ ദിവ്യയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഏട്ടൻ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയെ ഇങ്ങനെ വിഷാദത്തിലിരുത്താൻ സമ്മതിക്കുമായിരുന്നോ? ദിവ്യേച്ചി നന്നായി പഠിച്ചതാണ്. ഗ്രാമത്തിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകേണ്ടവളല്ല ചേച്ചി. ദുബായിൽ ചേച്ചിക്ക് ഉപരിപഠനത്തിനോ നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള വഴികൾ ഞാൻ നോക്കാം. അവിടുത്തെ പുതിയ അന്തരീക്ഷവും ജീവിതവും ചേച്ചിയുടെ സങ്കടത്തിൽ നിന്ന് വലിയൊരു ആശ്വാസമാകും. ഏട്ടൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ചേച്ചിയുടെ സന്തോഷം തന്നെയാണ്. വിശ്വനാഥൻ മകന്റെ ചുമലിൽ തട്ടി. രാഹുൽ പറയുന്നത് തികച്ചും ശരിയാണ് സരസ്വതി. മകൾ ഇനിയും ഈ സങ്കടക്കടലിൽ നീന്തി തുടിക്കരുത്. അവൾക്ക് മുന്നിൽ ഒരു വലിയ ലോകമുണ്ട്. അവിടെ അവൾ സ്വതന്ത്രയായി സന്തോഷത്തോടെ ജീവിക്കട്ടെ. ആദ്യമൊന്നും മടിച്ചെങ്കിലും രാഹുലിന്റെ സഹോദര തുല്യമായ കരുതലും അച്ഛനമ്മമാരുടെ സ്നേഹവും കണ്ടപ്പോൾ ദിവ്യയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. രാഹുൽ, നീ എനിക്ക് സ്വന്തം മനുഷ്യനേക്കാൾ മേലെയാണ്, അവൾ വിതുമ്പലോടെ പറഞ്ഞു. യാത്ര തിരിക്കുന്ന ദിവസം വൃന്ദാവനത്തിന്റെ പടിപ്പുരയിൽ അല്പം സങ്കടവും അതിലേറെ പ്രതീക്ഷയും നിറഞ്ഞ അന്തരീക്ഷവുമായിരുന്നു. സരസ്വതി അമ്മ ദിവ്യയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ട് ചാർത്തി. കണ്ണീരോടെ അവളെ ഉമ്മ വെച്ചു. എൻ്റെ ജയേഷിൻ്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും മോളെ. പോയി വാ. നന്നായി ജീവിച്ച് കാണിക്കണം. അതാണ് അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. പഴയ സങ്കടങ്ങളുടെ ഭാരമെല്ലാം വൃന്ദാവനത്തിൻ്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്നിരുന്നു. രാഹുലിനൊപ്പം പുതിയ ജീവിതത്തിലേക്ക്, പുതിയൊരു പുലരിയിലേക്ക് വിമാനം കയറുമ്പോൾ ദിവ്യ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കാർമേഘങ്ങൾ മാറി സൂര്യഗിരിയിൽ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ പൊൻകിരണങ്ങൾ അവർക്ക് വഴികാട്ടിയായി ശോഭിക്കുന്നുണ്ടായിരുന്നു.